നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജോർജ് കുര്യന്റെ അപ്രതീക്ഷിത മന്ത്രിസ്ഥാനം പോലെ ബി.ജെ.പി. സംഘടനയിൽ അപ്രതീക്ഷിത നീക്കങ്ങൾ ഉണ്ടാകുമോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയം വരും തെരഞ്ഞെടുപ്പുകളിൽ പ്രയോജനപ്പെടുത്തി കേരളത്തിൽ സജീവമാക്കാൻ തന്നെയാണ് ബി.ജെ.പിയുടെ നീക്കം. പാലക്കാട്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളായിരിക്കും ബി.ജെ.പിയുടെ ആദ്യത്തെ രാഷ്ട്രീയ ലാബ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരമാണ് ബി.ജെ.പി. ലക്ഷ്യമിടുന്നത്. അടുത്തയാഴ്ച ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. അതിനു മുന്നിൽ തന്നെ ബി.ജെ.പിയുടെ തലവനെ കണ്ടെത്താനാണ് നീക്കം. കേരളത്തിൽ തലവനായി വരുന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെയായിരിക്കും എന്ന് തന്നെയാണ് പുതിയ റിപ്പോർട്ടുകൾ. സംഘടനാ തലത്തിൽ മാറ്റങ്ങൾക്ക് സാധ്യത ഏറുമ്പോൾ സംസ്ഥാന സെക്രട്ടറി ജോർജ് കുര്യന് പകരക്കാരനെ കണ്ടെത്തേണ്ടതുണ്ട്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് കെ. സുരേന്ദ്രൻ തുടരുമെന്ന കണക്കുകൂട്ടലിലാണ് പാർട്ടിയിലെ ഔദ്യോഗിക പക്ഷം. എന്നാൽ ഈ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ നിന്നും ആ പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും പറയുന്നു. ശോഭാ സുരേന്ദ്രനായി കാത്തുവെച്ച സർപ്രൈസ് ഉടനെ തന്നെ കേന്ദ്രം പൊട്ടിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഒരു എം.പിയെയും 20%-ലധികം വോട്ട് നേടിക്കൊടുത്ത കെ. സുരേന്ദ്രൻ അധ്യക്ഷ പദവിയിൽ തുടരാൻ പാർട്ടി നേതൃത്വം സമ്മതം മൂളും എന്നതാണ് നേതാക്കൾ പറയുന്നത്. എന്നാൽ ദേശീയ അധ്യക്ഷ പദവിയിൽ നിന്ന് ജെ.പി. നദ്ദ മാറുന്നതിന് പിന്നാലെ സംസ്ഥാന തലത്തിലും അഴിച്ചുപണി ഉണ്ടായേക്കും. ദേശീയ തലത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരെത്തുന്നോ അതനുസരിച്ചാകും സംസ്ഥാന തലത്തിലും തീരുമാനം. വി. മുരളീധരൻ ബി.ജെ.പി. ദേശീയ തലത്തിലേക്ക് മാറുമെന്നും സൂചനയുണ്ട്. ആന്ധ്രാപ്രദേശിലെ പ്രഭാരിയായിരുന്ന വി. മുരളീധരൻ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ വി. മുരളീധരൻ തന്നെ പ്രതികരിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് നിന്ന് മത്സരിക്കാനും മുരളീധരൻ താൽപര്യമുണ്ട്. 2016-ൽ കഴക്കൂട്ടത്ത് മത്സരിച്ച മുരളീധരൻ മികച്ച പ്രകടനമാണ് നടത്തിയത്. കേരളത്തിൽ നേതൃമാറ്റമുണ്ടായാൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രനെയോ എം.ടി. രമേശിനെയോ പരിഗണിച്ചേക്കും. വി. മുരളീധരൻ അധ്യക്ഷ പദവിയിലേക്ക് തിരികെ എത്താനും സാധ്യതകൾ ഏറെയാണ്. ഇവരെ സംസ്ഥാന തലത്തിൽ പരിഗണിക്കാൻ കഴിയാതെ വന്നാൽ ദേശീയ തലത്തിൽ മികച്ച പദവികൾ നൽകും. ബി.ജെ.പിയുടെ സി ക്ലാസ് മണ്ഡലമായിരുന്ന ആലപ്പുഴയിൽ മത്സരിച്ച് എ ക്ലാസ് ആക്കി ഉയർത്തിയത് ശോഭാ സുരേന്ദ്രനെ ദേശീയ നേതൃത്വത്തിന്റെ പ്രിയങ്കരിയാക്കി മാറ്റിയിട്ടുണ്ടെന്നതിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ ആറ്റിങ്ങൽ മണ്ഡലത്തെയും എ ക്ലാസ് ആക്കി ഉയർത്തിയത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. കെ. സുരേന്ദ്രൻ അധ്യക്ഷനാകുന്ന സമയത്ത് പി.കെ. കൃഷ്ണദാസ് പക്ഷം മുന്നോട്ട് വെച്ച പേരായിരുന്നു എം.ടി. രമേശിന്റേതും. എന്തായാലും ശോഭയ്ക്കായി കാത്തുവച്ചിരുന്ന സർപ്രൈസ് ഉടനെ തന്നെ ആ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ.